വലിയ പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഒരു പൊതുസമത്വം അനുസരിച്ചൊരു മണ്ഡലമാണ് ഇപ്പോൾ കഴിഞ്ഞ 10 സമയമായിട്ട് ഒരു പാർട്ടി സ്ഥാനാർത്ഥി കാരണം ചെല്ലുമ്പോൾ എത്രത്തോളം വെല്ലുവിളിയുണ്ട് ആ മണ്ഡലം പിടിച്ചെടുക്കുന്ന കാര്യം. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ അറിയാം, പലതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. CPIM ചിഹ്നത്തിൽ CPIM സ്ഥാനാർത്ഥിയായും ജയിച്ചിട്ടുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്ന നിലയിലും ജയിച്ചിട്ടുണ്ട്. ഈ രണ്ടനുഭവവും നിലമ്പൂരിനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാനത്താകെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരു അഭിപ്രായം ശക്തിപ്പെട്ടു വരുന്നുണ്ട്. ആ അഭിപ്രായം ഉയർത്തുന്നവർ ഇടതുപക്ഷക്കാർ മാത്രമല്ല, ചില കാരണങ്ങളാൽ ഇടതുപക്ഷത്തെ ചില സന്ദർഭങ്ങളിൽ വിമർശിക്കുകയും പരിഭവം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവർ പോലുമുണ്ട്. പക്ഷെ അവരെല്ലാം കേരളം ഭരിക്കാൻ നല്ലത് ഇടതുപക്ഷമാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ്. അതിന് കാരണം കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വൻതോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരു നവകേരളം സൃഷ്ടിക്കുകയാണ്. അതിന്റെ ഗുണഭോക്താക്കളാണ് സാധാരണക്കാരായ ജനങ്ങളല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ LDF ഗവൺമെന്റിനോട് വലിയ മമതയും പ്രതിപത്തിയുമുണ്ട്. ഇത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. LDF ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഉറച്ച വിശ്വാസം, ആത്മവിശ്വാസം LDF-ന് CPIM-നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും. എല്ലാം നാട് തന്നെയല്ലേ. നിലമ്പൂർ നമ്മുടെ ജന്മനാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോരാട്ടം എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾക്കുമെതിരെയാണ്. ഏതെങ്കിലും വ്യക്തി എന്ന നിലക്കല്ല. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തികളെല്ലാം നമുക്ക് സൗഹൃദമുള്ളവരല്ലേ വ്യക്തിപരമായിട്ട്. എന്താ ഗുസ്തിയൊന്നും അല്ലല്ലോ. ഇത് ചില നിലപാടുകൾ, ആശയങ്ങൾ കേരളത്തെ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കാനാണ്. ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളുടെ, മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ഒക്കെ ഒരു നിലയിലേക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാനാണ് LDF ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതിൽ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അങ്ങനെയൊന്നും നമ്മൾ ചുരുക്കി കാണാൻ പാടില്ല. പാർട്ടി വിട്ടപ്പോ ആദ്യം വിശദീകരണം നടത്താൻ പറഞ്ഞയച്ചത് പാർട്ടി പാർട്ടി വിട്ടപ്പോ ആദ്യം പറഞ്ഞയച്ചത് എംസ്വരാജിനെയാണ്. പിന്നീട് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കാൻ എംസ്വരാജിനെ ഏൽപ്പിച്ചു. ഇപ്പൊ അവിടെ സ്ഥാനാർത്ഥിയായി തന്നെ PV Anwar